ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹോസ്റ്റൽ പ്രൊസീജിയേഴ്സ്, ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ക്ലിപ്സ് ഒന്നും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നേ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസ് കാണാം. അതിനകത്ത് ഒരു വീഡിയോയിൽ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇവിടെ പിൻ ചെയ്തേക്കാം. അപ്പോൾ അതിനകത്ത് എൻ്റെ ഹോസ്റ്റലിൻ്റെ ക്ലിപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ പ്രൊസീജിയേഴ്സ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, പിന്നെ ഹോസ്റ്റൽ ഫീസ്, ഇതൊക്കെയാണ്. പിന്നെ കർഫ്യൂ ടൈം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കർഫ്യൂ ടൈം, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ അവർ നിങ്ങളോട് ചോദിക്കും, ഇപ്പോൾ ഹോസ്റ്റൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്. ഞാൻ 2023 കയറിയത്. അപ്പോൾ എനിക്കന്ന് 7,500 ആയിരുന്നു ഹോസ്റ്റലിൽ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഓരോ ഇയർ കഴിയും തോറും ഇങ്ങനെ കൂടി വരാനായിരിക്കും മോസ്റ്റ്ലി ചാൻസ്. അത് ഞാൻ ഒന്നും കൂടെ തിരക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അങ്ങനെ പിൻ ചെയ്തിട്ടേക്കാം കോഷൻ ഡെപ്പോസിറ്റിൻ്റെ കാര്യം. പിന്നെ നിങ്ങളിപ്പോൾ ലാസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റിലൊക്കെ വരുന്നു, നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലിരിക്കും. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ സ്പോട്ട് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ അവിടെ ഗസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ഗസ്റ്റ് ആയിട്ട് പെർ ഡേ 250 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ പെർമനന്റ് ആയി, ഗസ്റ്റ് മാറിയിട്ട് പെർമനന്റ് ആയി. അപ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേനും നിങ്ങളെ ഗസ്റ്റ് ആയിട്ട് നിർത്തിയിട്ടും എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഹോസ്റ്റൽ മോസ്റ്റ്ലി കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് 2 ഹോസ്റ്റലാണ് വരുന്നത്. പിന്നെ ഈ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിന്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാർട്ട ഹില്ലിന് ബോയ്സ് ഹോസ്റ്റൽ ഇല്ല, ഒള്ളി ഗേൾസ് ഹോസ്റ്റൽ. 2 ഹോസ്റ്റൽ ഉള്ളതും ഗേൾസ് ഹോസ്റ്റൽ തന്നെയാണ്. അപ്പോൾ LH1 ഉണ്ട്, LH2 ഉണ്ട്. വരുന്ന ഫസ്റ്റ് ഇയേഴ്സിന് LH2 ആണ് അലോട്ട് ചെയ്യുന്നത്. LH2 മോസ്റ്റ്ലി എല്ലാ ഫസ്റ്റ് ഇയേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റാഗിങ്ങിന്റെ ഇഷ്യൂ ഒന്നും ഇല്ല. എങ്കിലും മുന്നേ നമ്മൾ വന്ന ടൈമിൽ പറയുന്നുണ്ടായിരുന്നത് റാഗിങ്ങിന്റെ ഇഷ്യൂ ഒക്കെ വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഇയേഴ്സിന് ഒരു ഹോസ്റ്റലിൽ, ബാക്കി ഇയേഴ്സിനെല്ലാം വേറെ ഹോസ്റ്റലിലാക്കുന്നത്. പക്ഷെ റാഗിങ് ഒന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സീനിയേഴ്സ് ഒക്കെ ആയിരുന്നു ഞങ്ങളും അതുപോലൊക്കെ തന്നെയാണ്. റാഗിങ്ങിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ല. എല്ലാം നല്ല നല്ല ഹോസ്റ്റലാണ്. അപ്പം LH2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ പുതിയ ഹോസ്റ്റലാണ്. LH1 നോക്കുവാണെങ്കിൽ LH2 ഭയങ്കര വലിയ ഹോസ്റ്റലാണ്, പുതിയ ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെ മൊത്തത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ഇങ്ങനെയാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുൾ സ്റ്റഡി ഹാളാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ കുക്കിംഗ് പരിപാടികളൊക്കെ അവിടെ ചെയ്യാം. കാപ്പി ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം, അങ്ങനത്തെ പരിപാടി. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ഫ്രിഡ്ജ് ഉണ്ട്, ഞാനുണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുകളിൽ ഫുൾ റൂംസ് ആണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ റൂം 2 എന്തോ ഉണ്ട്, ഡോമാണ്. പിന്നെ നമുക്ക് ഡോം വരുന്നുണ്ട്. പിന്നെ 3 പേരുള്ള റൂം വരുന്നുണ്ട്, 4 പേരുള്ള റൂം വരുന്നു. ഡോം എന്ന് പറയുമ്പോൾ 6 പേര്, പിന്നെ 10 പേരുള്ള ഡോം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഓരോ ഫ്ലോറിലായിട്ട് കുറേ വാഷ്റൂംസ് ഉണ്ട്. അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെയാണ് ഹോസ്റ്റൽ. പിന്നെ ഒരു പ്രശ്നം, അവിടെ സമ്മർ സീസൺ ആകുമ്പോൾ കുറച്ച് ചൂടുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയാട്ടോ. ബാക്കി നല്ല ഹോസ്റ്റലാണ്, നല്ല വൃത്തിയൊക്കെയുള്ള ഹോസ്റ്റലാണ്. LH2 എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സിന് തരുന്നത്. പിന്നെ LH2 എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയേഴ്സ് ആണ് അവിടെ വരുന്നത്. പിന്നെ മെസ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേനും LH2 നിങ്ങൾ താഴേക്ക് കോളേജിലേക്ക് നടന്നു വരുമ്പോഴാണ് അവിടെ മെസ് ഉണ്ട്. മെസ്സിന്റെ ഫുഡ് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതിൽ പറയാം. മെസ്സിന്റെ ഫുഡ് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഫുഡാണ്. ടോളറേറ്റ് ചെയ്യാം, ഫുഡൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ട്. പിന്നെ ഫുഡിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചേച്ചിമാരുണ്ട്, പറയാം, അതൊക്കെ സോൾവ് ചെയ്ത് തരും. പിന്നെ ഫുഡ് ഓരോ ദിവസം ഓരോ മെനു ആണ്. പിന്നെ നിങ്ങൾ എല്ലാവരും മെസ് ഡ്യൂട്ടി ഒക്കെ എടുക്കണം, അതൊക്കെ നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും മനസ്സിലാവും. അത്യാവശ്യം നല്ല ഫുഡാട്ടോ. നമുക്ക് രാവിലെ ഫുഡുണ്ട്, ഉച്ചയ്ക്ക് ഫുഡുണ്ട്, വൈകിട്ട് ഫുഡുണ്ട്, രാത്രി ഫുഡുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫീസ്റ്റിംഗ് കിട്ടാറുണ്ട്. പിന്നെ കർഫ്യൂ ടൈം നിങ്ങൾ ഫസ്റ്റ് ഇയർ വരുന്ന ടൈമിൽ ഞങ്ങൾക്ക് കർഫ്യൂ ഉണ്ടായിരുന്നത് 6:30 ആയിരുന്നു. അപ്പോൾ ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഹോസ്റ്റലിൽ കയറണം, അങ്ങനായിരുന്നു. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് 9:30 വരെ ആക്കി. അപ്പം 9:30 കോളേജിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിന്റെ ഉള്ളിൽ കയറിയാൽ മതി. ആദ്യമൊക്കെ ഞങ്ങൾ വന്ന ടൈമിൽ ഞങ്ങൾക്ക് 6:30 എന്ന് പറയുന്നത് ഭയങ്കര സമയം പോലായിരുന്നു. കാരണം 4 മണിയാകുമ്പോഴത്തേനും ക്ലാസ് കഴിയുന്നു, അത്രയും നേരം ഞങ്ങൾക്ക് കുറേ സമയം കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല അവിടേക്ക് കറങ്ങി ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേനും ഹോസ്റ്റലിൽ കയറുമായിരുന്നു. പിന്നെ പക്ഷേ
ഒരു 9:30 എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേനും തീരെ തികയാത്തത് പോലെ. 9:30 ഒന്നും നമുക്ക് എന്താ ഇത് ഇത്രയേ ഉള്ളൂ, കുറച്ച് സമയമേ ഉള്ളൂ, ഇത് എക്സ്റ്റെൻഡ് ചെയ്തൊരു 10:30 ഒക്കെ ആയിരുന്നു കൊള്ളായിരുന്നു, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് തിരുവനന്തപുരം സിറ്റിയിൽ കുറേ കാണാനുണ്ട്, നിങ്ങളെല്ലാം പോയി കാണണം കേട്ടോ. പിന്നെ കോഷൻ ഡെപ്പോസിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 7,500 ആയിരുന്നു ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. എന്ന് വെച്ചാൽ വാട്ടർ, ഇലക്ട്രിസിറ്റി, ഫുഡ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മന്ത്ലി നമുക്ക് അടയ്ക്കണം. അപ്പം നിങ്ങളുടെ അറ്റൻഡൻസ്, അതായത് നിങ്ങൾ ഒരു മന്ത് എത്ര നാൾ, ഇപ്പം 30 days ഉള്ള ഒരു മന്ത് ആണെങ്കിൽ എത്ര നാൾ നിന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് മെസ് ബില്ല് വരുന്നത്. അപ്പം മെസ് ബില്ല് വരുന്നത് എന്തൊക്കെ ആയാലും നമുക്കൊരു 4K വരെ ഒന്നും ഇതേവരെ പോയിട്ടില്ല, ഒരു 3,500. പിന്നെ ഇടയ്ക്കൊക്കെ എപ്പോഴോ ഒരു 3,600 എന്തോ വന്നിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി എപ്പോഴും ഒരു 3,400 തന്നെ വരാറുണ്ട്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ വൈഫൈ ഒക്കെ ഉണ്ട് ഹോസ്റ്റലിൽ. LH1-ലില്ല, LH2-ൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഹോസ്റ്റലിൽ വൈഫൈ ഒക്കെ ഉണ്ട്. LH1-ൽ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല, ഉറപ്പില്ല. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റഡി ഹാളൊക്കെ ഉണ്ട്, അവിടെ പോയിരുന്ന് നിങ്ങൾക്ക് നല്ല വിശാലമായിട്ട് പഠിക്കാം. സ്റ്റഡി ഹാൾ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ഹോസ്റ്റലിൽ ഒരു മേട്രൺ എന്ന രീതിക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉള്ള മേട്രന്മാരെല്ലാം നല്ല പാവങ്ങളാണ്, നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യും, നല്ല ആൾക്കാരാണ്. മോസ്റ്റ്ലി വരുന്നവരെല്ലാം പാവങ്ങളാണ്. എനിക്കൊന്ന് 1 year എന്തോ ഒരു മേട്രൺ നിൽക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് മാറ്റും, അങ്ങനെ എന്തോ ആണ്. പിന്നെ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത്. കോളേജിൽ നിന്ന് കുറച്ച് നടന്നു പോയാൽ മതി, ഇത്തിരി നടന്നാൽ മതി, നിങ്ങൾക്ക് ഹോസ്റ്റലെത്തും. ഹോസ്റ്റലിൽ നിന്ന് ഇത്തിരി നടന്നാൽ കോളേജ് എത്തും. ബാക്കിയെല്ലാം അടിപൊളിയാണ്. പിന്നെ മെസ്സ് രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്യും, ഉച്ചയ്ക്ക് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, വൈകിട്ട് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, രാത്രി 7 മണി 7:30ക്ക് സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ്. ഫുഡ് ഇങ്ങനെ മാറി ഇരിക്കും, അതുകൊണ്ട് ഒരു ഫുഡ് തന്നെ കഴിച്ച് ബോറടിക്കത്തില്ല. പിന്നെ പേരൻസിനൊക്കെ നിങ്ങൾക്ക് വന്നു കഴിയുമ്പോഴത്തേനും ടെൻഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഭയങ്കര സേഫാണ്. റാഗിങ് ഒന്നുമില്ല, ഞങ്ങൾക്കൊന്നും റാഗിങ് കിട്ടിയിട്ട് പോലുമില്ല. കോളേജ് കഴിഞ്ഞിട്ട് എന്താ വെറുതെ കുറച്ച് ചേട്ടന്മാർ വന്നിട്ട് ചായ ഉണ്ടാക്കി തരുമോ, അപ്പം നമ്മളിങ്ങനെ ആക്ഷൻ കാണിക്കുന്ന പോലെ ചായ, നൂഡിൽസ്, അവിയലൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. വെറുതെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അവരെ മുഖം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയോ പാവം, അങ്ങനത്തെ രീതിയായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ റാഗിങ് ഉണ്ടായിട്ടില്ല. വെറുതെ മേട്രന്മാരും എല്ലാവരും കൂടെ ഇരുത്തിയിട്ട് നമ്മളെ കൊണ്ടുവന്നൊരു ഹോളിൽ ഇരുത്തിയിട്ട് പാട്ട് പാടുന്നവർ പാട്ട് പാടൂ, അങ്ങനെ ഭയങ്കര കമ്പൽ ചെയ്തിട്ടൊന്നും ചെയ്യിക്കത്തില്ല. ഇഷ്ടമുള്ള ആൾക്കാർ വന്നിട്ട് പാട്ട് പാടും, ഇഷ്ടമുള്ള ആൾക്കാർ വന്നിട്ട് ഡാൻസ് കളിക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. വേറെ എല്ലാം ഭയങ്കര സേഫാണ് കേട്ടോ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഭയങ്കര പിന്നെ ഇടയ്ക്ക് നമുക്ക് ഹോസ്റ്റൽ ഡേ വരലുണ്ട്, അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും. ഹോസ്റ്റൽ ലൈഫാണ് എൻ്റെ ഒരു ഇതിൽ എൻജിനീയറിങ് ആ ഒരു ജേർണിയിൽ ഹോസ്റ്റൽ ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഡേ സ്കോളേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് ചില സമയത്ത് ഇങ്ങനെ അയ്യോ അവരും കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നിപ്പോകും. കാരണം അവർക്ക് 4 മണിക്ക് കോളേജ് കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി എല്ലാവരും അങ്ങ് വീട്ടിൽ പോകും, പരിപാടിയൊക്കെ കുറച്ച് നേരം ഒന്ന് കണ്ടിട്ട് വീട്ടിൽ പോകും. പക്ഷേ ഹോസ്റ്റലേഴ്സിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്, അവർക്കിപ്പം 9:30 വരെ പ്രോഗ്രാം ഉണ്ടായിരിക്കും കോളേജിൽ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് 10-10:30 വരെയൊക്കെ പോകും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഫുൾ ടൈം കോളേജിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ ജസ്റ്റ് ഹോസ്റ്റലിലോട്ട് കയറിയാൽ മതി. പക്ഷേ ഡേ സ്കോളേഴ്സിന് അത് അങ്ങനെ നടക്കണമെന്നില്ല. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് നല്ല ഹോസ്റ്റൽ ലൈഫ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഹോസ്റ്റൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കോളേജിൽ പോകുന്നതിലും ഇഷ്ടം ഹോസ്റ്റലിൽ ഇരിക്കുന്നതാണ്. ഹോസ്റ്റൽ നല്ല രസമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുമ്പോഴത്തേനുള്ള കാര്യങ്ങൾ. പിന്നെ വേണമെങ്കിൽ ഞാൻ കോളേജിനെ കുറിച്ച്, കോളേജ് ലൈഫ്, കോളേജ് പ്രോഗ്രാംസ് ഇതിനെയൊക്കെ കുറിച്ച് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ ആക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കുറച്ച് ലെങ്തി ആയി പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ വള സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാൻ മാക്സിമം നോക്കാം. ഞാൻ ചില സമയത്ത് വിട്ടു പോകലുണ്ട്, അപ്പോൾ നിങ്ങൾ കമൻറ്റിലിട്ടാൽ ഞാൻ വന്ന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ശരി, ബൈ.